ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൽ അതീവ ദുഃഖിതനാണ് ശിവഗിരി മഠത്തിലെ വീരേശ്വരാനന്ദ. വത്തിക്കാനിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവ്വമത പ്രാർത്ഥനയ്ക്കെത്തിയപ്പോൾ മാർപ്പാപ്പ പകർന്ന സ്നേഹം ഓർത്തെടുക്കുകയാണ് സ്വാമി. വത്തിക്കാനിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. റോമിൽ നമുക്ക് ഒരു പ്രത്യേക അതിഥിയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ശിവഗിരി മഠത്തിലെ പ്രമുഖനായ സ്വാമിജി വീരേശ്വരാനന്ദയാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാമിജിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇവിടെ സർവ്വമത സമ്മേളനം ശിവഗിരിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. നാരായണ ഗുരുദേവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു സർവ്വമതം എന്നുള്ളത്, ഒരു ജാതി ഒരു മതം. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആളാണ് അങ്ങ്. അപ്പോൾ സ്വാമിജിക്ക് എന്താണ് ഇതിനെക്കുറിച്ച്? അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിന് പിറകെ ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ വരികയും ചെയ്തു. എന്താണ് അനുഭവം പങ്കുവയ്ക്കാനുള്ളത്? 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ, ഹോളി ഫാദറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വച്ച് ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. നേരെ ഒക്ടോബർ മാസം മിസ്റ്റർ ചാണ്ടി ഉമ്മൻ MLAയും ബാബുരാജ് ബെഹ്റിനും ഞാനും കൂടി ആദ്യമായി ഇവിടെ റോമിലെത്തുകയും കൂവക്കാട്ട് പിതാവിൻ്റെ സഹായത്തോടെ നവംബർ മാസത്തിൽ ഡേറ്റ് തരികയും 2 മണിക്കൂർ ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും യേശുക്രിസ്തു സ്നേഹത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചത്. അത് ജീവിതത്തിലൂടെ പകർത്തിയ ഒരു മഹാത്മാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സംസ്കാര ശുശ്രൂഷകൾ പങ്കെടുക്കാൻ വന്നപ്പോൾ പോപ്പിനെ നേരിട്ട് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചോ? ഏറ്റവും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഈ കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടുമായിട്ട് എങ്ങനെയാണ് ശിവഗിരിക്ക് ഇത്രയും ബന്ധമുള്ളത്? വത്തിക്കാനിൽ എത്തിയിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോപ്പ് അന്ന് അദ്ദേഹം ഒരു ഫാദറായിരുന്നു. ആ ഫാദർ അദ്ദേഹത്തിന് പോപ്പിന് അദ്ദേഹത്തോട് വളരെയധികം വാത്സല്യമുണ്ടെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം പോപ്പ് അദ്ദേഹത്തോട് വളരെ ഒരു പുത്രതുല്യനായ ഒരു സ്നേഹമാണ് കൂവക്കാട്ട് പിതാവുമായിട്ട്. അദ്ദേഹത്തെ 1 മാസം കൊണ്ട് തന്നെ ബിഷപ്പിൽ നിന്നും അച്ഛനിൽ നിന്നും ബിഷപ്പിൽ നിന്നും 1 മാസത്തിനുള്ളിൽ കർദിനാളാക്കുകയും ചെയ്തു. സർവമത സമ്മേളനം എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ സന്ദേശം പല രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളാണ് സ്വാമിജി. റോമിൽ നിന്ന് ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം പി ജെയിംസ്, 24.